അപ്പൊ മാമന് എന്നെ പറ്റി ഓർമ്മയുണ്ട്. നിന്നെ മറക്കാനോ? അതിനെ ഈ മാമൻ മരിക്കണം. മരിക്കണ കാര്യം പറഞ്ഞ കൊല്ലും ഞാൻ. നീ വിഷമിക്കണ്ട, അങ്ങനെ ഒന്നും ഈ മാമൻ മരിക്കില്ല. എന്റെ ഈ നെഞ്ചിൽ കിടക്കുന്ന ബുള്ളറ്റാണ്. നിന്നെ എന്റെ ആദിമോന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഞാൻ പോകും. പ്രസാദ് സാറേ, കേട്ടോ? മുകളിലോട്ട് പോയിട്ട് താഴോട്ട് സാറ് വന്നില്ലേ? പോയി നോക്കാം. ഞാൻ സുലുവിനോട് കോഫി പറഞ്ഞിരുന്നു. ഞാൻ പോയിട്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ, വാ. എന്താടാ? അവള് റൂമിലില്ലേ? അവള് മുകളിലുണ്ട്. എന്റെ മരുമകളല്ലേ, ഏത് പ്രതിസന്ധിയും അവള് നേരിടും. പ്രതിസന്ധികളെ നേരിടുന്ന ആരായിരിക്കും? അല്ല, എന്താ പറഞ്ഞേ? പ്രതിസന്ധികളെ നേരിടുന്നൊക്കെ? അല്ല, ഞാനേ അത് അവനോട് പറഞ്ഞതാ. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ നമുക്ക് പറ്റണോന്നേ ഞാൻ ആദ്യോട് പറയാ. അവനിപ്പോ എല്ലാ പ്രതിസന്ധികളും നേരിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക അല്ലേ ആദി? അതെ അതെ അല്ലേ? അതെ അതെ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ലേ പ്രസാദെ, ഒന്ന് നിന്നേ. ഞങ്ങൾ ആതിരയ്ക്ക് വേണ്ടി വാങ്ങിച്ച ആഭരണങ്ങളൊന്ന് കണ്ടിട്ട് പൊയ്ക്കോ. പെണ്ണ് വീട്ടുകാർ തന്ന ഓർണമെന്റ്സ് കുറഞ്ഞു പോയെന്ന് പിന്നെ ചെറുക്കന്റെ അച്ഛൻ പരാതി പറയരുത്. അപ്പോ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി കഴിഞ്ഞു? എല്ലാം എടുത്തിട്ടില്ല, കുറച്ച്. ബാക്കി പിന്നെ എടുക്കാമെന്ന് അപ്പച്ചി പറഞ്ഞു. അതെ അതെ. എന്നാ പിന്നെ താനും മംഗളപ്പച്ചിയും കൂടെ ചേർന്ന് ഈ കല്യാണം കൂടെ നടത്തിക്കും. എന്താ സംശയം? വേണ്ടി വന്നാ അതും ചെയ്യും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി എന്ന് പറഞ്ഞതുപോലെയാവും ഇപ്പൊ പ്രസാദിന്. നീ നിന്റെ മരുമകൾക്ക് വേണ്ടി കണ്ടുവച്ച ആദിയെ ആതിരയ്ക്ക് ലഭിക്കും. ഇത് പക്ഷെ കാക്കയല്ല കൊത്തിക്കൊണ്ടു പോകുന്നത്, കസ്തൂരി തന്നെ. നിനക്കതിന്റെ ദണ്ണം കാണുമെന്ന് അപ്പച്ചിക്കറിയാം. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് പ്രിയ അറിഞ്ഞ അവൾക്ക് വിഷമാവും. അതുകൊണ്ട് കാര്യങ്ങള് നയത്തിൽ വേണം അവളോട് പറയാൻ. അല്ല, അച്ഛനെന്തീ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഈ ലോകമേ എത്ര ചെറുതാണെന്ന് ആലോചിക്കുകയായിരുന്നു. ലോകം ചെറുതോ അങ്കിൾ? അത് ബിഗ് ആണ്, വെരി ബിഗ്. അച്ഛാ, ഞാൻ വണ്ടി മാറ്റി തരാം. ദുർഗാന്റി, ഞാൻ റൂമിൽ വെക്കാം. കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ ദുർഗെ? അല്ല, ഞാൻ ഡോറിന്റെ കീഹോളിലൂടെ കണ്ടതാ. അല്ല, ഇനിയൊരു പക്ഷെ കീ ഹോളിലൂടെ നോക്കുന്നതായിട്ട് നീ സ്വപ്നം കണ്ടതാണോ? ഇവളെയൊന്നും ആ ഡോർ അടച്ച് കുറ്റിയിട്. ഈ റൂം അരിച്ചു പെറുക്കിയിട്ട് തന്നെ കാര്യം. എന്റെ അപ്പച്ചി, ഈ റൂമിൽ ആരുമില്ല. ആരാ പറഞ്ഞ ആരുമില്ലെന്ന്? ആതിരെ കണ്ടതല്ലേ? നീ കൊറേ നാളായി ഓരോന്ന് കാണിക്കുന്നു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഞങ്ങള് കാണിക്കുന്നതേ എനിക്ക് സാവകാശം മനസ്സിലാവും. നീ എവിടെ അവളെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്ന? സത്യം പറഞ്ഞു മതി. പൊന്നമ്മ, ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ല. കയ്യോടെ പിടിക്കുമ്പോഴാ? ഇല്ല ദുർഗാന്റി, ഞാൻ കണ്ടത് ഇവിടെ തന്നെ ഉണ്ട്. ഇവള് കണ്ണുകൂട്ടിയാണോ? ഇവളെ കണ്ടതല്ലേ ഇതിനകത്തിരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ടല്ലോ. ആര് സംസാരിക്കുന്നത്? കട്ടിലിനടിയിലോട്ട് നോക്കി. അവിടെ നോക്കിയപ്പോ എന്റെ അമ്മ, ഇവിടെ ആരും ഇരിക്കുന്നുണ്ടോ നോക്ക്. പറയുന്ന സത്യം നീ കണ്ടതല്ലേ? എവിടെ? മമസ അവിടെ ഇവിടെ തന്നെ ഉണ്ട്. മമസ, ദുർഗാന്റി, ഞാൻ കണ്ടതാ. ഞാൻ നോക്കട്ടെ. അവിടെ ആരും ഇല്ല. കൊറേ നാളായിട്ട് അങ്ങോട്ട് മാറാൻ. ഡിമെണ്ണെ, നീ വിഷമിക്കണ്ട. ആദിയുടെയും തുളസിയുടെയും വിവാഹം നടന്നു കഴിഞ്ഞാ പിന്നെ എല്ലാം പഴയ പോലെയാവും.
നമ്മൾ പണ്ട് സന്തോഷത്തോടെയും ഒത്തൊരുമയോടൊക്കെ കഴിഞ്ഞിരുന്നൊരു കാലമില്ലേ, ആ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ദുർഗേച്ചിയുടെ സമ്മതമില്ലാതെ അതൊന്നും നടക്കില്ല ഏട്ടാ. നമ്മുടെ തിരുമേനിയുടെ വാക്കുകൾ ദുർഗയ്ക്ക് വിശ്വാസം. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം തിരുമേനി നടക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾ മറുത്തു പറയാൻ സാധ്യതയില്ല. തന്നെയുമല്ല, അവളുടെ മുഖത്ത് സന്തോഷം കണ്ട എല്ലാം അംഗീകരിച്ച മട്ട. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, തിരുമേനി പറഞ്ഞതും ദുർഗേച്ചി മനസ്സിലാക്കിയതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം ആതിരയും തമ്മിൽ വിവാഹം നടക്കുമെന്ന വിശ്വാസത്തിലാവും ദുർഗേച്ചി ചിലപ്പോൾ സന്തോഷിക്കുന്നത്. അതിനും സാധ്യതയുണ്ട് പ്രസാദ്. അങ്ങനെ ആയിരിക്കും. തുളസി ദേവമംഗലത്തെ മുറി കഴിയുന്ന കാര്യം ദുർഗേച്ചിക്ക് അറിയില്ലല്ലോ. ആദ്യ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി ആ വീട്ടിലുണ്ടെന്ന് തിരുമേനി പറഞ്ഞപ്പോ തീർച്ചയായും അത് ആതിരയാണെന്നേ ദുർഗേച്ചി മനസ്സിലാക്കുള്ളൂ. അവള് ചിലപ്പോ അങ്ങനെ ചിന്തിച്ചിരിക്കും. ശരിയാ. ആ സ്ഥിതിക്ക് ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹത്തിന് ഒരു കാരണവശാലും ദുർഗേച്ചി സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. വേറെന്ത് വഴി? ദുർഗയെ അറിയാതെ നമുക്ക് ആദ്യയുടെയും തുളസിയുടെയും വിവാഹം കൂടി നടത്താം. അയ്യോ, അത് പേടിക്കണ്ട പെണ്ണെ, ആരും അറിയാതെ നമുക്ക് ആ ചടങ്ങ് നടത്താന്നേ. ആദിക്കും തുളസിക്കും പരസ്പരം ഇഷ്ടമുള്ള സ്ഥിതിക്ക് അതിൽ തെറ്റില്ല. ആ, അതാ പറയുന്നത്. ദുർഗ ഇടപെട്ട് അവരെ അകറ്റുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഒന്നിപ്പിക്കാം. അത് കുഴപ്പമാവില്ലേ ഏട്ടാ? ഒരു കുഴപ്പമില്ല. ചടങ്ങ് കഴിഞ്ഞ് അവരെ നമുക്ക് കുറച്ചു കാലം ഗൾഫിലേക്ക് പറഞ്ഞു. ആദ്യക്ക് മിക്കവാറും അവിടെ ഒരു ജോലി ശരിയാവാൻ സാധ്യതയുണ്ട്. എന്നാലും ദുർഗേച്ചി അറിയാതെ. പിന്നെ ദുർഗയോട് പറയാം, അത് പെട്ടെന്ന് വേണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഇങ്ങനൊരു പ്ലാനിലാണെന്നറിഞ്ഞാൽ ദുർഗേച്ചി നമ്മളെക്കാൾ മുമ്പേ ആതിരയെ പിടിച്ച് ആദിയെ കൊണ്ട് കെട്ടിക്കും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം. ആദിക്ക് ആതിരെ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിന്റെ വായിന്ന് നല്ലത് കേൾക്കില്ലെന്ന് എനിക്കറിയാം. നിന്നെ മംഗളപ്പച്ചയോട് നീ ഇനി എന്തെങ്കിലും പറഞ്ഞ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഇങ്ങ് വാ, നിന്ന് തരാ ഞാൻ. വാ. അയ്യോ എന്റെ ഗുരുവായൂരപ്പ, ഇത് എന്തൊരു ജന്മ ഇത്. കുലം മുടിക്കാനായിട്ട് ജനിച്ച് വീണതല്ലേ അപ്പച്ചി, അതിന്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ ഇവള്. എത്രയും വേഗം ഇവള് പോലീസിൽ ഏൽപ്പിക്കേ വേണ്ടത്. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരാ എന്റെ തുളസിമോളെ ഇങ്ങനെ കെട്ടിയിട്ടത്? കെട്ടിയിടുകയല്ല, വെട്ടി കൊല്ലുമായിരുന്നു വേണ്ടത്. ഇവളെ അഴിച്ചുവിട. തൊട്ടു പോരുതമ്മ. എന്തിനാ എന്റെ മോളെ കെട്ടിയിട്ടെന്ന് പറ. അതെന്തിനാണെന്ന് ഇവളോട് തന്നെ ചോദിക്കേ. എന്തിനാ മോളെ ഇവരെ കടുങ്കൈ ചെയ്തത്? ഞാൻ കുറച്ചു ദിവസം ആദ്യയുടെ റൂമിൽ ഒളിച്ചു താമസിച്ചു. ഒളിച്ചു താമസിച്ചെന്നോ? അയ്യോ, നാത്തൂനൊന്നും മനസ്സിലായില്ലയോ? നിങ്ങളുടെ ചെറുമകള് ആണൊരുത്തനായ ആദിയുടെ കൂടെ കുറെ ദിവസമായിട്ട് ഒരേ റൂമിലായിരുന്നു താമസമെന്ന്. നേരാണോ മോളെ? അതെ മുത്തശ്ശി, പക്ഷെ അത് ഇവരൊക്കെ കരുതുന്ന പോലെ. ഇതിന് കരുതലിന്റെയും തെറ്റിദ്ധാരണയുടെയും ഒരാവശ്യമില്ല. ഉള്ളിന്റെ മൂട്ടില് മുന്തിരി ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും തുളസി മോളെ ഇങ്ങനെ കെട്ടിയിട്ട് ശരിയായില്ല. ആദിയുടെ കൂടെ ഇവള് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണവും കാണും. കെട്ടഴിച്ചുവിട്. ഇവളെ എന്റെ മകന്റെ റൂമിലാ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇവളെ എന്ത് വേണോന്ന് ഞാൻ തീരുമാനിക്കും. ഇവളെന്തിനായിരിക്കും ആദിയുടെ റൂമിൽ ഒളിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലാക്കാൻ ഈ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. മക്കളെ ഇത്തരം അഴിഞ്ഞാട്ടത്തിന് വിട്ടയക്കുന്ന വീട്ടുകാരെ നിലം മറന്ന് സംസാരിച്ചോണ്ടല്ലോ. എന്റെ അച്ഛന്റെ അനിയത്തിയാണോ അപ്പച്ചിയാണോ എന്ന് ഞാൻ നോക്കില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? കാര്യത്തിന്റെ ഗൗരവം ചെയ്യാൻ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങളുടെ പൊട്ടിയാണോ? അതേടാ, എന്നെ പൊട്ടിയാക്കാൻ നീ നോക്കണ്ട.
പ്രസാദേട്ട വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കോളാം. ഹ, അയ്യോ അതാ മോളെ നല്ലത്. പറഞ്ഞാ മനസ്സിലാവാത്തവരോട് എന്തിനാ വെറുതെ വഴക്കടിക്കുന്നത്? ചേട്ടാ നമുക്ക് പോവാം. ആ മോളെ. ജയ നിക്ക. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. ഇതിനി എന്താ തീരുമാനം? തുളസിയെ പിടിച്ച് ജയിലിലിടണോ ആന്റി? അത് തന്നെ തീരുമാനം. തീരുമാനം ഞാൻ പറയാം. ആദിയുടെ മുറിയിൽ കുറച്ചു ദിവസം തുളസി കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിസ്സാര കാര്യമല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഒരാണും പെണ്ണും ഒരേ മുറിയിൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ സംഭവിക്കുന്നതാണല്ലോ ഇവിടെയുള്ളവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏതാണ്ടല്ല, എന്ത് സംഭവിക്കുന്ന കൃത്യമായിട്ട് അറിയാം. എടാ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കലങ്ങി തെളിഞ്ഞെന്ന് കരുതിയാ മതി. അച്ഛാ, അമ്മയുടെ മുമ്പിൽ ഞാൻ എടാ, നിന്റെ കൂടെ തുളസി താമസിച്ചു എന്നുള്ളത് അമ്മ അറിഞ്ഞതാണോ പ്രശ്നം? ഞാൻ എന്റെ അച്ഛ എന്നെ പറ്റി അമ്മ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? എന്ത് വിചാരിച്ചാലും ശരി, തുളസിയെ നീ ഈ വീട്ടിൽ ആരും അറിയാതെ താമസിപ്പിച്ചൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ലേ നീ അവളെ ഈ റൂമിൽ താമസിപ്പിച്ചത്. എനിക്കറിയാം അവളെ നിന്നെ. ആ വിശ്വാസത്തിൽ തന്നെയാ നിങ്ങൾ ഇവിടെ താമസിക്കാൻ വിട്ടത്. അമ്മയ്ക്കതൊന്നും മനസ്സിലാവില്ല അച്ഛ. ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ നീയും തുളസിയും തമ്മിലുള്ള വിവാഹത്തിന് അവള് സമ്മതം മൂളിയത്. ഞാനും തുളസിയും ഒരേ റൂമിൽ താമസിച്ചു പോയതിന്റെ ശിക്ഷയായിട്ടാ അമ്മ സമ്മതം തന്നത്. അല്ലാതെ നല്ല മനസ്സോടെ ആയിരിക്കില്ല അച്ഛ. ഞാൻ തെറ്റിയത്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇനി എന്നെ ആവശ്യമില്ല. എടാ, നീ എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? നോക്ക്, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ വയ്യ അച്ഛ. എടാ, ഞാൻ നിന്റെ അച്ഛനാ. നീ എന്നെ ഫേസ് ചെയ്യുന്നില്ലേ? പിന്നെന്താ? അതുപോലെ അല്ല അച്ഛ അമ്മ. അമ്മയുടെ ഉള്ളിൽ ഞാൻ ചീത്തയച്ച. ചക്ക, നിന്റെ ഉള്ളിൽ നീ ചീത്തയല്ലല്ലോ, ആണോ? അല്ല. ആ, എന്നാ പിന്നെ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോയി ഫ്രഷ് ആവും. ഒരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യമില്ല. എഴുന്നേക്ക, പോയി ഫ്രഷ് ആവും. തല കുനിക്കേണ്ടി വന്നത് മറ്റാരുടെ മുമ്പിലല്ലല്ലോ, ദുർഗേച്ചിയുടെ അടുത്തല്ലേ. അത് തന്നെയാ കുഴപ്പം. വേറെ ആരുടെങ്കിലും മുമ്പിലായിരുന്നെങ്കിൽ എനിക്കൊരു നാണക്കേടായി തോന്നില്ലായിരുന്നു. ഒടുക്കം ദുർഗേച്ചി നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചല്ലോ. എനിക്കിപ്പോഴും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും കുബുദ്ധി കണ്ടിട്ടുണ്ടാവും. അല്ലാതെ സ്വന്തം ഇഷ്ടം കൊണ്ട് സമ്മതിച്ചതൊന്നും ആവില്ല. കുബുദ്ധിയൊന്നും അല്ല. പ്രസ നിയമം പറഞ്ഞപ്പോ ദുർഗേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതെ, എതിർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദുർഗമ്മയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതിന് വിധിയെന്നോ ദൈവനിശ്ചയെന്നോ ഒക്കെ വിളിക്കാം. അതെ, അങ്ങനെ കരുതിയാ മതി. മുറി പോയിക്കോ. ആദിയില്ലാതെ നിനക്കൊരു ജീവിതമില്ലെന്ന് നീ ഇവിടെയുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാട്ടണം. അപ്പോഴേ അവരുടെ ഉള്ളും തുറക്കുള്ളൂ. ആദിയെ കിട്ടിയില്ലെങ്കിൽ നീ മരിക്കുമെന്നുള്ള പേടി ദുർഗയുടെ ആദിയുടെ ഉള്ളിൽ ഉണ്ടാവണം. വേണ്ട മമ്മൂസേ, ആദ്യേട്ടനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സൂസൈഡ് ചെയ്യാൻ എനിക്ക് പേടിയാ. ഓ, നീ സൂയിസൈഡ് ചെയ്യണ്ട. ചെയ്യാൻ അങ്ങനെ ഒരു ഒരുക്കം ഇട്ടാ മതി. അതിനും പറ്റില്ലേ നിനക്ക്? ഞാൻ എന്താ ചെയ്യണ്ടേ?
ഷോൾ എടുത്ത് ഫാൻ കെട്ടി തൂങ്ങണോ? അയ്യോ, എനിക്ക് ഓർക്കുമ്പോഴേ പേടിയൊന്നു മാമൂസേ. സ്നേഹം നഷ്ടപ്പെടുന്നവരെ തൂങ്ങിച്ചാവാറില്ല. പിന്നെ ഓ ഇടി മണകുടാഞ്ചി, വെയിൻ കട്ട് ചെയ്യണോന്ന്. നോ, എനിക്ക് പറ്റില്ല. ചോര വരും, കൈ മുറിയും. അയ്യോ, ഇഷ്ടപ്പെട്ടവന് വേണ്ടി മരിക്കാൻ പോലും പെൺകുട്ടികൾ തയ്യാറാണ്. അയ്യോ, എനിക്ക് വയ്യ മാമൂസേ. I can't do this. കിടന്ന് കീറാതെ. ഞാൻ ചെയ്യില്ല. എനിക്ക് ആദ്യമായിട്ട് വേണ്ട. വെയിൻ കട്ട് ചെയ്യാനൊന്നും എന്നോട് പറയല്ലേ. അയ്യോ, ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാവോ. പറ്റണം. നീ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങിയെന്നറിഞ്ഞാൽ ആദിക്കും ദുർഗയ്ക്കും നിന്നോടൊരു സിമ്പതി തോന്നും. കാര്യം നേടിയെടുക്കാൻ കഴുതക്കാലം പിടിക്കണോന്നറിയില്ലേ? കഴുതയുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. കൈഞ്ഞരമ്പ് കട്ട് ചെയ്യാൻ എന്നോട് പറയല്ലേ മാമൂസേ. എന്നാൽ ഒരു കാര്യം ചെയ്യ്. നീ കിണറ്റി ചാടാനാണോ? അല്ല, അതെ, നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ? അഭിനയിക്കാനോ? ആക്ട് ചെയ്യാനോ? ആ, അതെ, ഞാൻ പ്ലേ സ്കൂളിൽ പഠിച്ചപ്പോ അഭിനയിച്ചിട്ടുണ്ട്. അത് ബൊമ്മപ്പാട്ടിൽ അഭിനയിക്കുന്നത് പോലെ അല്ല, ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ അഭിനയിക്കണം. കാണുന്നവർക്കത് സത്യമാണെന്ന് തോന്നണം. അതിന് പറ്റുമോ നിനക്ക്? ശ്രമിക്കാം. എന്നാ കൈഞ്ഞരമ്പ് മുറിക്കുന്നത് പോലെ നീ അഭിനയിക്കണം. എന്നിട്ട് ആദ്യം നീ പറ്റുമോന്ന് പറ. എന്റെ കൈമുറിയില്ലല്ലോ. ഓ, നീ ഞാൻ ആദ്യം ചോദിക്കുന്നതിന് മറുപടി പറ. പറ്റും. എങ്കി വേഗം റെഡിയായിക്കും. ആദ്യ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ ആതിര ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ, ദേ മാമൻ വരുന്നുണ്ട്. ശേഷം അവിടെ ചോദിച്ചാ അറിയാം. ഏട്ടാ, എന്താ അവിടെ ഉണ്ടായത്? ആതിരക്ക് എന്താ പറ്റിയേ? അവൾക്ക് നല്ല തല്ലിന്റെ കുറവാ, അല്ലാതൊന്നുമില്ല. എന്താ ഉണ്ടായത്? നമ്മുടെ മംഗളപ്പച്ചിയും അവളും ചേർന്നൊരു നാടകം കളിച്ചു. ആദ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു ആത്മഹത്യാ നാടകം. ചുമ്മാ നെയിൽ പോളിഷ് എടുത്ത് കൈ വരച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊന്ന് വരുത്തി തീർക്കൽ. എന്താടി? അതെ, നീ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. മാമ, ഞാൻ കാരണം ആദ്യം മാമനും. ദുർഗാമ്മ പറഞ്ഞ നീ കാര്യമാക്കണ്ട. എന്തായാലും എല്ലാം നല്ലതിനാന്ന് മാത്രം വിചാരിച്ചാൽ മതി. മാമൂസിന്റെ പണി ഇതെല്ലാം ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ എത്ര തവണ പറഞ്ഞതാ മാമൂസിനോട് ഇതൊന്നും വേണ്ടെന്ന്. അവസാനം ഞാൻ നാണം കെട്ടു. നാണം കെടട്ടെ, എന്നാലും നമ്മൾ തോറ്റു കൊടുക്കില്ല. മാമൂസേ, ദുർഗ നിന്നെ തള്ളിക്കളഞ്ഞതിനുള്ള കാരണം അറിയാതെ നീ ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല മാമൂസേ. ഉണ്ട്. എന്റെ കൂടെ ഉണ്ടാവൂന്ന് എനിക്ക് വാക്ക് തന്നിട്ട് എന്തിനാണ് അവള് പെട്ടെന്ന് കാലുമാറിയത്? അതിനെനിക്കൊരു ഉത്തരം വേണം. ഞാൻ ഇനി എങ്ങനെ ആദ്യേട്ടന്റെയും പ്രസാദങ്ങളുടെയും മുഖത്ത് നോക്കും? നീ അവരുടെയല്ല, അവര് നിന്റെ മുഖത്ത് നോക്കാൻ വിഷമിക്കും. എന്തിന്? ഞാനല്ലേ സൂസൈഡ് ചെയ്യുന്ന പോലെ കാണിച്ച് അവരുടെ മുന്നിൽ കോമാളിയായത്. നീ ആരുടെ മുമ്പിൽ കോമാളിയായോ അവരെ നീ കോമാളിയാക്കണം. എന്നിട്ട് ഞാൻ പിന്നെയും ബഫൂൺ ആവണം അല്ലേ? ബഫൂൺ ആവില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താ മതി. മാമൂസ് പറയുന്ന പോലെ ചെയ്തിട്ട് എന്നെ പ്രസാദങ്ങള് കൈയോടെ പിടിച്ചില്ലേ? ഇത് അതുപോലെയല്ല. അപ്പൊ ഇനിയും ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് നടത്തണോ? നീ എന്നെ കളിയാക്ക? അല്ല മാമൂസേ, എനിക്ക് പേടി, അതുകൊണ്ടാ ഞാൻ പറയുന്നേ. പ്രിയഞ്ചയനും ഇപ്പൊ വലിയ സന്തോഷത്തില. തന്റെ വാക്കുകളും വേദവാക്യം പോലെയാ അവര് കൊണ്ടു നടക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രസാദേട്ടാ. അവരോട് പറയൂ, ഞാനൊരു അമ്മയാണ്, ഒരു മകന്റെ അമ്മ. മക്കളുടെ പ്രശ്നങ്ങൾ എനിക്കും മനസ്സിലാവും. അവരുടെ തെറ്റുകൾ പൊറുക്കാനും സഹിക്കാനും എന്നെ കൊണ്ടും കഴിയും. ആദിക്കിപ്പോ തന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടിയിട്ടുണ്ടോ? അവൻ തുളസിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനും പ്രാർത്ഥിച്ചിരുന്നു.
ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം നടക്കണമെന്നല്ലേ? അല്ല, പിന്നെ തന്റെ മനസ്സിനും മാറ്റം ഉണ്ടാവണേ. അത് സംഭവിച്ചു. ജോത്സ്യരെ കാണണം പ്രസാദേട്ടാ. കാണാം. ആദിയുടെ വിവാഹകാര്യത്തിൽ ബ്രഹ്മശ്രീ രാജവർമ്മയുടെ തീരുമാനം അന്വേഷിക്കണം. ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെയല്ലേ നമ്മൾ മുഖവിലക്ക് എടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിലും മാറ്റം വേണ്ട. ആദി എന്നെ ഒളിച്ചു നടക്കണമെന്ന് തോന്നുന്നു. അവന് തന്റെ മുമ്പിൽ വരാന് ചിലപ്പോ ചമ്മലുണ്ടാവും. പോയിട്ടൊന്ന് സമാധാനിപ്പിക്കും. ചെല്ല്, റൂമിലുണ്ടാവും. എന്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ജനിച്ച അന്ന് മുതൽ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടൂടായിരുന്നു. എന്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിച്ചുപോയി എന്ന ഒറ്റ കുറ്റമേ ഞാൻ നിന്റെ അമ്മയോട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് മാത്രം നിന്റെ അമ്മ എന്നെയോ എന്റെ അമ്മയോ നിന്റെ വീട്ടിൽ പോലും കയറ്റാറില്ല. അങ്ങനെയുള്ള ദുർഗമ്മയ്ക്ക് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം എങ്ങനെ ഉണ്ടായിന്നാ എനിക്ക് സംശയം. അതിനെല്ലാം അമ്മയ്ക്ക് കുറ്റബോധം തോന്നിക്കാണും. ചെയ്തതെല്ലാം തെറ്റായിരുന്നു തോന്നിയപ്പോ ഒരു പ്രായശ്ചിത്തായിട്ടായിരിക്കാം അമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പൊ മംഗളപ്പച്ചിക്ക് ദുർഗാമ്മ കൊടുത്ത വാക്കോ? മംഗളപ്പച്ചിക്ക് അമ്മ ഒരു വാക്കും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ആതിരെ ദേവമംഗലത്ത് കൊണ്ട് നിർത്തിയത്? നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? അതായിരുന്നില്ലേ ദുർഗാമ്മയുടെയും മംഗളപ്പച്ചിയുടെ ഉള്ളിലിരിപ്പ്? എന്നിട്ടിപ്പോ അതെല്ലാം വിട്ട് ആ ജന്മ ശത്രുവായി എന്നെ സ്വീകരിക്കണമെങ്കിൽ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല ആദി. എല്ലാം നിന്റെ തോന്നലാണെന്ന് പറഞ്ഞില്ലേ? ആ, തോന്നലാവണേം തന്നെയാ എന്റെയും പ്രാർത്ഥന. നീ നോക്കിക്കോ, എന്റെ അമ്മ നിന്നെ സ്വന്തം മകളെ പോലെ നോക്കും. അപ്പോ ഞാൻ നിന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കണമെന്നില്ലേ? എനിക്കറിയാം, എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ദുർഗാമ്മ സ്വന്തം അമ്മയെ പോലെയാണെന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കണ്ട. അയ്യോ, അതെങ്ങനെ ശരിയാവും ആന്റി? ഞാൻ മരിച്ചു പോവില്ലേ? മരിക്കാതെ ഞാൻ നോക്കിയ പോരെ? അതെങ്ങനെ? എടി ബുദ്ധൂസേ, സല്ല ആന്റി, എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ ശരി എന്നാ. എടി ബുദ്ധിമതി, നീ ബാത്റൂമിൽ കയറി നിന്റെ കൈ ഞരമ്പ് മുറിച്ച ശേഷം ഞാൻ വന്ന് നിന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഡോർ തുറന്നാ മതിയാവൂല്ലേ? അപ്പൊ നീ തുറക്കരുത്. നീ തുറക്കാതിരിക്കുമ്പോ ദുർഗേച്ചി വന്ന് വിവരം അന്വേഷിക്കും. പിന്നെ പ്രസാദ് സാർ വരും, ആദി വരും, അങ്ങനെ പുറത്താകെ ബഹളാവും. അപ്പൊ മാത്രം നീ വാതില് തുറന്നാ മതി. പക്ഷെ അപ്പോഴേക്ക് ഞാൻ മരിച്ചു പോയാലോ? കാമുകന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന ആളാണ് യഥാർത്ഥ കാമുകി. വേണ്ട ആന്റി, ഇനി ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ പ്രസാദ് അങ്ങളെ എന്നെ പിടിച്ച് ജയിലിലിടും. കേസ് എടുക്കുന്നവരെ പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് ആദ്യമായിട്ട് കിട്ടാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. നീ വിഷമിക്കണ്ട, ദൈവം നിന്റെ വിഷമം കാണുന്നുണ്ടാവും. നോക്കിക്കോ, ദേ ഈ പുലിവാൽ കല്യാണത്തിന്റെ അന്തിമ വിജയം അത് നിനക്ക് തന്നെയായിരിക്കും. ഈ സുരുവാന്റെ ജാതകപ്പൊരുത്തം നോക്കുന്നത് ബ്രഹ്മശ്രീ രാജവർമ്മ തിരുമേനി ആയിരിക്കണം. ആ ഒരു നിർബന്ധം മാത്രമാണ് ദുർഗ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നല്ല കാര്യമല്ലേ ഏട്ടാ? തീർച്ചയായും. എന്താന്നറിയില്ല, ഇപ്പോ ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹത്തിന് മറ്റാരെക്കാളും തിടുക്കം ദുർഗയ്ക്ക. ആദിമോൻ വിവാഹം കഴിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ടാവും. ദുർഗാമ്മയുടെ ഈ മനമാറ്റത്തിന്റെ കാരണം എന്താന്ന് മാമൻ ചോദിച്ചോ? അതിൽ ചോദിക്കാൻ എന്തിരിക്കുന്നു? നിന്നെ ആദ്യം റൂമിൽ നിന്ന് കൈയോടെ പിടികൂടിയത് തന്നെ. എനിക്കെന്തായാലും ദുർഗാമ്മയുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അതെ, ദുർഗാമ്മയല്ല, അമ്മ. ഇനി മുതൽ നീ അങ്ങനെ വിളിക്കേണ്ടത്. അതിനാദ്യം കല്യാണം കഴിയണ്ടേ? അതിനുശേഷം പോരെ ഈ അമ്മ വിളി? പോരാ, നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് തന്നെ നീ നിന്റെ ശരിക്കുള്ള അമ്മ ആരാണെന്ന് അറിയും. അത് നിന്നെ ഞങ്ങൾ അറിയിക്കും. അതെ, കല്യാണം കഴിഞ്ഞു എന്ന് കരുതി നീ നിന്റെ ശീലങ്ങൾ മാറ്റണമെന്നൊന്നുമില്ല.
നീ ഇത്രയും കാലം ദുർഗയെ ദുർഗാമ്മയെന്നല്ലേ വിളിച്ചത്? ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. അതല്ല ഏട്ടാ, വിവാഹം കഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ അമ്മയെ അമ്മാന്ന് തന്നെ വിളിക്കണം. ആ, അങ്ങനെയാണെങ്കിൽ ഇവള് കല്യാണം കഴിഞ്ഞ് എന്നെ അച്ഛാന്ന് വിളിക്കണമല്ലോ. അച്ഛനാണല്ലോ ശരിക്കും. ഏയ്, നിങ്ങളാരും ഒന്നും എന്താ മിണ്ടാത്തത്? ശരി പറ, ഞാൻ നിന്റെ മാമനോ അതോ അച്ഛനോ? ഇനിയിപ്പോ ഏത് വിളിക്കാനാ നിനക്ക് ഇഷ്ടം? മാമൻ. നീ പേടിക്കണ്ടടാ ആദി, നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. സോഡ കഴിച്ചാ ഫിറ്റാവുന്നവനാ ആദി. ഈ ഗുളിക ഒന്ന് കഴിക്കൂ. ഓക്കേ. പ്രസാദേട്ടൻ തിരുമേനിയെ വിളിച്ചിരുന്നോ? ഇല്ല, തുളസിയുടെ ജാതകം വാങ്ങിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. തുളസിയുടെ ജാതകം കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ജോത്സരെ എത്രയും പെട്ടെന്ന് കാണണം. അതെ, അത് തന്നെയാ ജയന്റെയും പ്രിയയുടെയും തീരുമാനം. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അത് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതല്ലേ ഉചിതം? അതല്ല പ്രസാദേട്ട, ആദിയുടെയും തുളസിയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ച് നോക്കുന്നതേ അതൊരു ചടങ്ങ് തന്നെ ആയിരിക്കണം. ചടങ്ങോ? നമ്മൾ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നൊരു ചടങ്ങ്, അല്ലാതെ വിപുലമായ ചടങ്ങെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവാം. ദുർഗാന്റി, എല്ലാം പോയി ദുർഗാന്റി. എന്താ, എന്തു പറ്റി? ആദ്യമായിട്ട് നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല. ദുഷ്ടനാ, വെറും ക്രിമിനൽ. ക്രിമിനലോ? അതെ അങ്കിൾ, ആദ്യേട്ടൻ ഒരു ആൽക്കഹോളിക്കും കൊലപാതകയുമാണ്. എന്തൊക്കെയാണോ ഇവിളീ പറയുന്നത്? എന്താ അതിരെ, നീ ഒന്ന് തെളിച്ചു പറ. ആദ്യേട്ടൻ ഫ്രണ്ട്സിന്റെ കൂടെ ബിയർ കുടിച്ചു എന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി. ആദ്യോ? ആ, വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നോക്ക്.